എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ കാണുന്നത് മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ ആരുടെക്കോ പ്രാർത്ഥന കൊണ്ടാന്നൊക്കെ. അത് സത്യമാണത്. ഇന്നത്തെ സുവിശേഷത്തില് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണ്. നോക്കൂ, ഈ തളർവാദ രോഗിയുടെ അവസ്ഥ കണ്ടിട്ടല്ല ഈശോ അവന് സൗഖ്യം കൊടുക്കുന്നത്. ഈ തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് അകത്ത് കൊണ്ടുവന്ന ആ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസമാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒക്കെ ശക്തി ഇവിടെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് കടപ്പെട്ടിട്ടുണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, പള്ളി പോകുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത ചില ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ഒരു പ്രാർത്ഥനയും വെറുതെയല്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന് ഈശോ പറയുകയാണ്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനും മടുപ്പ് കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു നാൾ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും.